ഈ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു അത്ലീറ്റ് ആരാണെന്ന് അറിയാമോ? എത്ര വയസ്സെങ്കിലും ആയെന്നറിയാമോ? ഗസ്സെങ്കിലും ചെയ്യുക കമന്റ് ആയിട്ട് താഴെ. നമസ്കാരമുണ്ട്. ഇന്ന് ഡേ 3 ആണ്. പാരീസ് ഒളിമ്പിക്സ് 2024 മൂന്നാമത്തെ ദിവസം. കഴിഞ്ഞ 2 ദിവസവും 10-16 സ്വർണ്ണ മെഡലുകൾ ഉണ്ടായിരുന്നു. ഒരു 13 സ്വർണ്ണ മെഡലുകൾ ഇന്നത്തെ ദിവസവും വേട്ടയാടപ്പെടും. അപ്പൊ ഒരു 2 ദിവസത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡൽ ടാലിയൊക്കെ നോക്കാനുള്ള അവസ്ഥയായി. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് അമേരിക്കയാണ്. പക്ഷേ അവരുടെ ഒരു റാങ്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്വർണം പിന്നെ വെള്ളി എന്നൊക്കെ പറയുന്ന റാങ്കിംഗ് സിസ്റ്റത്തിൽ നിലവിൽ ജപ്പാനാണ് 1ാം സ്ഥാനത്തേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാതെ മാറി മറിയും. ഇറ്റ് ഹാസ് ടു ബി ചൈന വേഴ്സസ് അമേരിക്ക ഒരു മത്സരം. ആരാണോ ഇവൻച്വൽ ഒളിമ്പിക് ചാമ്പ്യൻ ആവാൻ പോകുന്നത്? ഇത്തവണ ആതിഥേയരായ ഫ്രാൻസ് പോലും അതിനൊരു കോമ്പറ്റീഷൻ ആകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം. നെവർ സേ നെവർ. സർപ്രൈസസ് സ്പോർട്സിൽ എപ്പോഴും രസമുള്ള ഒരു വർത്തമാനമാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ ഒരു ഇവന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ബാഡ്മിന്റണിൽ ഒരുപാട് മത്സരങ്ങൾ നമുക്ക് ഇന്ത്യക്ക് കാണാനുണ്ട്. ഷൂട്ടിംഗ് ആണ് ഹൈലൈറ്റ് വീണ്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇവന്റ്സിൽ ഇന്ത്യ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2 എണ്ണം ഫൈനലാണ്. മൈ ഗോഡ് മാൻ, ദാറ്റ്സ് ഗോണ ബി റിയലി ഗുഡ് ഫൺ. ഓക്കെ, ഹോക്കിയില് അർജന്റീനയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. വെൽ, ആർച്ചറിയിൽ ഇന്നലെ വനിതകൾ ശരിക്കും ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഡിസപ്പോയിന്റിംഗ് നമ്മൾ പറയും ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും മികച്ച ആർച്ചേഴ്സ് ആണല്ലോ പോയി മത്സരിക്കുന്നത് എന്ന് പറയും. ശരിയാണ്, അവര് ലോക നിലവാരമുള്ള അമ്പെയ്ത്തുകാരാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ, നീന്തലില് 2 ഇന്ത്യൻ സ്വിമ്മേഴ്സ് ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആദ്യത്തെ റൗണ്ടിൽ ഒരു പുറത്തായി. ബട്ട് അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒളിമ്പിക്സിലേക്ക് വന്നു മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്ത്യൻ സ്വിമ്മിങ്ങിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കൊള്ളാം, അടിപൊളി എന്ന് പറയുന്നത്. നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ആർച്ചറി അതല്ല. ആർച്ചറി നമുക്ക് മെഡൽ നേടാനായിട്ട് സാധ്യതയുള്ള മേ ബി മറ്റ് വേൾഡ് ടൂർണമെന്റ്സിലൊക്കെ നമ്മൾ മത്സരിച്ച് അത് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അവിടെ നമ്മള് ഇറ്റ് വാസ് ബാഡ്. എനിക്ക് ദീപിക കുമാരി തന്നെ പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മളിങ്ങനെ തീ പിടിച്ചൊരു അവസ്ഥയിലാണ്. ആഗിലേക്ക് ഹുയെ കാരണം കുറെ മത്സരങ്ങൾ തോറ്റു വരികയാണ്. അപ്പോൾ ആ പിടിപ്പിച്ച തീ പോരാൻ തോന്നുന്നു. 1-2 നമ്മൾ ഈ പറയുന്ന ക്രിറ്റിസിസത്തിലൂടെ ആണെങ്കിൽ പോലും കൂടുതൽ തീ പിടിപ്പിക്കുക. കാരണം ഇനിയും അവർക്ക് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും മിക്സഡ് ടീം ആയിട്ടാണെങ്കിലും പുരുഷന്മാരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവന്റുകൾ വരുന്നുണ്ട്. സോ ദാറ്റ് വാസ് ബാഡ് പെർഫോമൻസ്. ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. കാരണം പ്രഷർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പറഞ്ഞ ആർച്ചേഴ്സ് വേൾഡ് കപ്പ് ആർച്ചറിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ടൂർണമെന്റിന് പോകുമ്പോഴോ ഒന്നും ഇവിടെയുള്ള ആൾക്കാർ ആരും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല, കാണാറില്ല. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പോർട്സ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ പോലും കണ്ണുകൾ ഇന്ത്യക്കാർ പോയി അമ്പെയ്ത്ത് എന്താണ് സംഭവം. അപ്പൊ ആ ഒരു പ്രഷർ ഓഫ് എക്സ്പെക്ടേഷനും എല്ലാം കൂടെ ഉണ്ട്. ജോബിഹോ ആ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കാരണം ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഇൻ ഫോക്കസ് ഗെയിം ഭയങ്കര രസമുള്ള ഒരു വെറൈറ്റി സാധനമാണ്. വെൽക്കം ദെയർ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ആർച്ചറിയില് പുരുഷന്മാരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നത്തെ ദിവസം വൈകിട്ട് ഒരു 6-6:45 കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു കളി ജയിച്ചാൽ മതി. റാങ്ക് 3 ആണ് ടീം ഇന്ത്യ. അവർ മത്സരിക്കുന്നത് ടർക്കിയും കൊളംബിയയും തമ്മിൽ പ്രീ ക്വാർട്ടറിലേക്ക്. റാങ്ക് 3 ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി. അപ്പൊ ടർക്കി വേഴ്സസ് കൊളംബിയ മത്സരം ജയിക്കുന്ന ടീമാണ് നമ്മളുമായിട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരിക. ഷൂട്ടിങ്ങിലെ ഫൈനലിലേക്ക് 10 മീറ്റർ എയർ റൈഫിൾ ഇവന്റിന്റെ പുരുഷന്മാരുടെ ഫൈനലിലേക്ക് അർജുനും വനിതകളിലേക്ക് രമിതയും. അങ്ങനെ 2 ഫൈനലുകളിലും ഇന്ത്യൻ പ്രസൻസ് ഉണ്ട്. 2ലും മെഡൽ കിട്ടാം. നമുക്ക് നോക്കാം. സോ സ്കേറ്റ് ബോർഡിങ് ഇന്നലെ ഒളിമ്പിക്സിന്റെ ഒരു രസം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വേറെ ഇവന്റ്സ് എടുത്ത് കാണുന്നുള്ളൂ. അപ്പൊ ഇന്നലെ ഞാൻ കുറച്ചു നേരം സ്കേറ്റ് ബോർഡിങ് കണ്ടു. കാരണം എന്റെ മോന്റെ ഒരു ഫ്രണ്ട്, ചൈനീസ് ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മൾ UK ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ സ്കേറ്റ് ബോർഡറാണ്. പുള്ളിയുടെ അച്ഛൻ സ്കേറ്റ് ബോർഡിങ് കോച്ചാണ്. ചൈനയിൽ പോയിട്ട് 20 വർഷമൊക്കെ കോച്ചായിട്ട് ബ്രിട്ടീഷുകാരനാണ് തിരിച്ചു വന്നു. അതുകൊണ്ട് ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സ്കേറ്റ് ബോർഡിങ് കുറച്ചു നേരം കണ്ടപ്പോഴത്തേക്ക് അത്ലീറ്റ്സിനെ കണ്ടപ്പോൾ ഞാൻ പിള്ളേര് നേരെ കയറി ഇവരുടെയൊക്കെ പ്രായം നോക്കി കണ്ണ് തള്ളിപ്പോയി. 13 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ള പിള്ളേരൊക്കെയാണ്. അത് കാണാനുണ്ട്. കാരണം എന്നറിയാവോ, അവര് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർക്കിൽ വരെ സ്കേറ്റ് ബോർഡൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പെട്ടെന്ന് പ്രഷർ, കോമ്പറ്റീഷൻ, പോയിന്റ്സ്, ലോകം നോക്കുന്നു, അവരുടെ രാജ്യത്തിന്റെ എക്സ്പെക്ടേഷൻ, കോച്ചുമാര്, ഇത് എല്ലാം കൂടെ വരുമ്പോ പിള്ളേരുടെ മുഖത്ത് ആ ടെൻഷൻ കാണാനുണ്ട്. ആ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. 14 വയസ്സ് പിള്ളേർ കമ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് പിള്ളേര് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത്. ഈ ഒളിമ്പിക്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അത്ലീറ്റ് സ്കേറ്റ് ബോർഡിങ്ങിലാണ് മത്സരിക്കുന്നത്. സ്കേറ്റ് ബോർഡിങ്ങിൽ ഈ പറഞ്ഞ പോലെ 11 വയസ്സ് പ്രായമുള്ള ഒരു ചൈനീസ് അത്ലീറ്റ് ആണ് ഈ ഒളിമ്പിക്സിലെ യംഗസ്റ്റ്. 11 വയസ്സ്.
Can you imagine, man? Share. I don't know. പിള്ളേരെയൊക്കെ കൊണ്ട് it could be good for them. I'm not sure. But again, 11 is like our pressure is like too much for the kids. Man. Chalo, let's see. It's all good. പ്രായം കൂടിയ അത്ലീറ്റ് ആയിരുന്നുള്ളതായിരുന്നു ഞാൻ ആദ്യമേ ചോദിച്ചറിയാമെങ്കിൽ ഒബ്വിയസ്ലി കമന്റ് ചെയ്യുക. സ്കേറ്റ് ബോർഡിങ്ങില് ഇന്നത്തെ ദിവസവും ഈ പറഞ്ഞ പോലെ ചില മത്സരങ്ങൾ സ്ട്രീറ്റ് ഇവന്റ്സിൽ ഫൈനൽസ് ഒക്കെ നടക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ഇന്നലെ വനിതകളുടെ നടന്നത്. വനിതകളുടെ എന്ന് പറയാൻ പറ്റില്ല, പിള്ളേരുടെ എന്ന് പറയണം. ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് 2:45 മിനിറ്റ് റൺസ് കൊടുക്കുക. അതില് നല്ല പോയിന്റ്. അവർ പോയി മൊത്തം പാർക്കിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോയിട്ട് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒരു അർബൻ ഏരിയയിൽ ഒരു സിറ്റിക്കകത്ത് ഏതെങ്കിലും ഒരു പാർക്കിന്റെ അകത്ത് പോകുന്നത് പോലത്തെ, അല്ലാതെ മറ്റേ ഇങ്ങനെയുള്ള സ്റ്റണ്ട് കാണിക്കുന്ന എയറിൽ പോയിട്ട് സ്കേറ്റ് ബോർഡിംഗ് സ്റ്റണ്ട് കാണിക്കുന്നത് സ്കേറ്റ് ബോർഡിങ്ങിന്റെ പാർക്ക് എന്ന് പറയുന്ന ഇവന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രീറ്റ് ഇവന്റിലാണ് ഇന്നത്തെ ദിവസം ഫൈനൽ നടക്കുന്നത്. അതിലും ഈ സ്റ്റണ്ട്സ് ഇന്നലെ കാണിച്ചപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വന്ന് ലാൻഡ് ചെയ്യും. അതായത് മറ്റേ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പിന്റെ സൈഡിൽ നമ്മളിങ്ങനെ പിടിച്ചു നടക്കുന്ന റെയിലിങ്സിലൂടെ ഇവര് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പിള്ളേർ വീഴുന്നുണ്ട്. അതും ഒന്നുമില്ല, ആ ടെൻഷൻ ബോഡി ലാംഗ്വേജ് കാണാൻ പറയാം. പ്രഷറിലാണ് ഇവർ ചെയ്യത്തില്ല എന്നുള്ളത്. ബേസിക്കലി എല്ലാ സ്പോർട്ടും കുറെയൊക്കെ മെന്റൽ ആസ്പെക്ട് ആണെന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സ്പോർട്സിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇൻ ഫോക്കസ് ഒരു ഗെയിം എന്ന് പറയുന്നത്, സ്കേറ്റ് ബോർഡിങ്. നമുക്ക് പുതിയ ഗെയിമുകൾ, അത് ഒളിമ്പിക്സിൽ വരുന്ന ഏറ്റവും യങ്ങസ്റ്റ് സ്പോർട്ടിൽ ഒരെണ്ണമാണ് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒളിമ്പിക്സിന്റെ ഒരു ഹരം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെയുള്ള നമുക്ക് പുതിയ ഇവന്റ്സ് നമ്മൾ ഫോളോ ചെയ്യും, കാണും എന്നൊക്കെ പറയുന്ന ഒരു ത്രില്ല് കൂടിയുള്ളതാണ്. സോ ടീം ഇന്ത്യ ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്നത്തെ ദിവസം ഒരു ഇന്ത്യൻ പെർസ്പെക്ടീവില് ടോപ്പ് 3 ഇവന്റ്സ് ഏതാണെന്നുള്ളത് ഒരു ഷോർട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ ഡു ഫോളോ ദിസ് സ്പേസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എൻജോയ് യുവർ ഒളിമ്പിക്സ്.